ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളുമായിട്ട് സാമീപ്യത്തിൽ കഴിയുന്ന വ്യക്തികൾ നമ്മെ എപ്രകാരമൊക്കെ സ്വാധീനിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവത്തിൻ്റെ വചനം. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 23-ാം വാക്യം. അവിടെ സാവൂൾ എന്ന രാജാവ്, ആ രാജാവ് ഒരു പൈശാചിക ബന്ധനത്തിലാണ്. ഒരു പിശാച് അവനെ അസ്വസ്ഥപ്പെടുത്തുവാണ്. അപ്പോൾ ഇതാ വചനം പറയാണ്, ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവന് വിട്ടുമാറുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപയുള്ളവനാണ് ദാവീദ്. അതേ അദ്ദേഹത്തിന് നമ്മൾ കാണുന്നുണ്ട് 13-ാമത്തെ വാക്യം, അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. അപ്പോൾ ദാവീദിൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവുണ്ട്. ആ കർത്താവിൻ്റെ ആത്മാവും കർത്താവിൻ്റെ കൃപയുള്ള ദാവീദ് അവൻ കിന്നരം വായിച്ചു പാടുമ്പോൾ, ആ പാട്ട് കേൾക്കുമ്പോൾ, ആ സാമീപ്യത്തിലായിരിക്കുമ്പോൾ ഇതാ വചനം പറയാണ്, സാവൂളിൻ്റെ മേൽ ദുരാത്മാവ് മാറിപ്പോവുകയും അവന് സൗഖ്യം കിട്ടുകയും ആശ്വാസം കിട്ടുകയും ചെയ്തിരുന്നു. നമ്മുടെയൊക്കെ സാമീപ്യത്തിൽ, അല്ലെങ്കിൽ ആരുടെയൊക്കെ സാമീപ്യത്തിലാണ് നമ്മൾ കഴിയുക? നമ്മുടെ കൂടെയുള്ളവർ നന്മയുള്ളവരാണോ? നമ്മുടെ കൂട്ടുകെട്ടുകൾ വിശുദ്ധിയും ദൈവകൃപയുള്ളവരായിട്ടാണോ? അങ്ങനെയെങ്കിൽ അവരിലുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്കും പകരപ്പെടും. ഇനി നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ സാമീപ്യമൊക്കെ അശുദ്ധിയും അന്ധകാര സ്വാധീനങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളുമായിട്ടാണെങ്കിൽ, ഒരു പക്ഷേ അവരുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്, അവരെ പോണ വഴിക്കൊന്നും ഞാൻ പോണില്ല എന്ന് പറഞ്ഞിരുന്നാലും ഓർക്കണേ, ആ വ്യക്തികളുടെ സാമീപ്യത്തിലൂടെ പിശാചിന് അല്ലെങ്കിൽ അശുദ്ധിക്ക്, അന്ധകാരത്തിന് നമ്മുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്താൻ പറ്റും. ചിലപ്പോൾ നാളെ അതേ വഴിയിലേക്ക് നമ്മളെയും ആ പിശാചിൻ്റെ സ്വാധീനം കൊണ്ടുപോയി എന്നിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടുകൾ വിശുദ്ധിയുള്ളവരുടെ കൂടെ, ദൈവകൃപയുള്ളവരുടെ കൂടെ, നമ്മളെ ആത്മീയതയെ വളർത്താൻ പറ്റുന്നവരുടെ കൂടെ ആക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.